ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഞാറ്റുവേല ചന്ത ഇന്നിവിടെ നമ്മുടെ പഞ്ചായത്തിന് കീഴിലുള്ള കൃഷിഭവനിൽ ആരംഭിക്കുകയാണ്. ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരണങ്ങളൊക്കെ ഇവിടെ നൽകി കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പഴയ കാലത്തെ കാരണവന്മാരൊക്കെ കൃത്യമായി ഇത്തരത്തിൽ കൃഷി ആരംഭിക്കുന്നതിനൊക്കെ കൃത്യമായ സമയവും സാഹചര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നതാണ്. ഇന്ന് കാലഘട്ടങ്ങളൊക്കെ അല്ലെങ്കിൽ കാലാവസ്ഥകളൊക്കെ വ്യതിയാനത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ നമ്മൾ ആ കൃഷിയുടെ ആ സംസ്കാരം, നമ്മുടെ നാടിൻ്റെ ആ സംസ്കാരം നിലനിർത്തി പോവുകയാണ് നമ്മുടെ ഇത്തരം പരിപാടികളിലൂടെ. എന്തായാലും നമ്മളിന്ന് കൃഷിഭവനിലൂടെ ഒരുപാട് തൈകളും മറ്റുമെല്ലാം ഇന്ന് നമ്മൾ നൽകുന്നുണ്ട്. നമ്മളെ ഏറ്റവും ഗുണമേന്മയുള്ള നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള കർഷകർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷനായി. പ്രോത്സാഹനം നൽകാനും ഒക്കെ പഞ്ചായത്ത് കൃഷിഭവൻ മുഖാന്തരം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല അനുഭവം നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ആളുകളൊക്കെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് അത് ഒരു സ്വഭാവം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാർഷിക സംസ്കൃതി പിന്തുടരുന്ന സംസ്ഥാനമാണ്. അങ്ങോളം ഇങ്ങോളം തെങ്ങിൻ തോപ്പുകളും നെല്ലോലകളും അങ്ങനെ നമുക്ക് കേരളത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. കൃഷി ഓഫീസർ MS സബീന പദ്ധതി വിശദീകരണം നടത്തി. ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് ഞാറ്റുവേല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള 2.5 മാസ കാലയളവിൽ കർഷകർക്ക് നടീൽ വസ്തുക്കളുടെ ആവശ്യകത ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ തന്നെ നമുക്ക് കൃഷിഭവനുകൾ വഴി കർഷകർക്ക് ഏറ്റവും ന്യായമായ വിലയിൽ നമ്മുടെ മണ്ണുത്തി പോലെയുള്ള സർവകലാശാലകളിൽ നിന്നുമുള്ള തൈകൾ, ഏറ്റവും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ കാർഷിക വിജ്ഞാന വ്യാപനം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ VT ദിലീപ്, നസീമ പുതിയ വീട്ടിൽ, ലുബ്ന ജിനു, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, സീന ഇസ്മയിൽ, PT രാമചന്ദ്രൻ, PC മനോജ്, ജിസ്മി ഷാജി, KB അനിൽ കാരിയൽ, PM സൈനുദ്ദീൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VC വിനോദ്, TM ഷിനോജ്, മേജി അഗസ്റ്റിൻ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, അലങ്കാര ചെടികൾ, ജൈവവളം, ഉൽപാദനോപാധികൾ എന്നിവ ഞാറ്റുവേല ചന്തയിൽ ലഭ്യമാണ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.